പ്രയർ ടു. പ്രയർ ടു ഒരു ഇംഗ്ലീഷ് അഡ്വാൻസ് സ്ട്രക്ചറാണ്. ഒരു പ്രെപ്പോസിഷനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന് മുൻപ് എന്നാണ് ഇതിനർത്ഥം. ബിഫോർ സംതിങ് ഹാപ്പൻഡ്, ഒരു കാര്യം നടക്കുന്നതിന് മുൻപ്. ബിഫോർ എ പർട്ടിക്കുലർ ടൈം ഓർ ഈവൻറ്റ്, ഒരു സമയത്തിനോ ഒരു സംഭവത്തിനോ മുൻപ് എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. പ്രയർ ടു ഒരു നൗണിന് മുമ്പ് ഉപയോഗിക്കാം. പ്രയർ ടു ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് മുൻപ്. പ്രയർ ടു ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷന് മുൻപ്. പ്രയർ ടു ഒരു ജെറൻഡിന് മുൻപ് ഉപയോഗിക്കാം. ജെറൻഡ് എന്ന് പറഞ്ഞാൽ വെർബൽ നൗൺ. വെർബിനോടുകൂടി ING ഫോം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് വെർബൽ നൗൺ അല്ലെങ്കിൽ ജെറൻഡ്. അപ്പോൾ ജെറൻഡ്സിന് മുൻപിലും പ്രയർ ടു ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ടീച്ചിങ്. പ്രയർ ടു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിന് മുൻപ്. പ്രയർ ടു ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിന് മുൻപ്. ഇനി നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. I had seen him somewhere prior to the meeting. മീറ്റിങ്ങിന് മുൻപ് ഞാൻ അവനെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. സംവേർ എന്ന് പറഞ്ഞാൽ എവിടെയോ. I had seen him somewhere എന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അത് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രയർ ടു, പിന്നെ ഉപയോഗിച്ചത് നൗൺ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, അത് കഴിഞ്ഞാൽ പ്രയർ ടു, പിന്നെ നൗൺ അല്ലെങ്കിൽ ജെറൻഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ഓൾ അറേഞ്ച്മെൻറ്റ്സ് ഷുഡ് ബി മെയ്ഡ് പ്രയർ ടു അവർ ഡിപ്പാർച്ചർ. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഡിപ്പാർച്ചറിന് മുൻപ് തീർക്കണം. ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോൾ പുറപ്പെടൽ, യാത്ര തിരിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. യാത്ര തിരിക്കുന്നതിന് മുൻപ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം എന്ന്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. യു ഷുഡ് ഫിനിഷ് യുവർ ഹോംവർക്ക് പ്രയർ ടു വാച്ചിങ് TV. TV വാച്ച് ചെയ്യുന്നതിന് മുൻപ് നീ ഹോംവർക്ക് എല്ലാം തീർക്കണം. ഇവിടെ വാച്ചിങ് എന്നത് ജെറൻഡ് ആണ്. ലോക്ക് ദ ഡോർ പ്രയർ ടു ലിവിങ്. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഡോറ് ലോക്ക് ചെയ്യുക എന്നാണ്. ലീവ് മീൻസ് വിട്ടുപോവുക, അതും ഒരു ജെറൻഡ് തന്നെയാണ്. I used to ride a bike prior to buying a car. ഞാൻ കാറ് വാങ്ങുന്നതിന് മുൻപ് ഒരു ബൈക്ക് യൂസ് ചെയ്തിരുന്നു. ബൈയിങ് എന്നത് ഒരു ജെറൻഡ് ആണ്. We should wash our hands prior to eating. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ കൈകൾ വാഷ് ചെയ്യണം. ഈറ്റിംഗ് അതും ഒരു ജെറൻഡ് തന്നെയാണ്. The patient had died prior to reaching the hospital. ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുൻപ് രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക.